ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറം. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കണം. ബൈനോമിയൽ തിയറത്തിൽ ആകെ രണ്ട് ഇക്വേഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് രണ്ട് ടേംസിന്റെ സമ്മിന്റെ പവറിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, അതായത് a+b ഹോൾ റേസ്ഡ് n എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ a-b ഹോൾ റേസ്ഡ് n എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് അല്ലെ. ആ രണ്ട് ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x+2 ഹോൾ റേസ്ഡ് 5. അതായത് നമുക്കറിയാം നമുക്കറിയുന്ന കാര്യമാണ് a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, a² + 2ab + b² എന്നാണ് അല്ലെ. അതായത് ഇവിടെ നമ്മൾ പവർ ആക്കി എഴുതുന്ന ടേം എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇൻഡെക്സ് എത്രയാണ്, 2 ആണ്. അതായത് ഇൻഡെക്സ് എത്രയാണോ അതിനേക്കാളും 1 കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ആണ് പവർ ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ഇൻഡെക്സ് 2 ആണെങ്കിൽ ഇവിടെ എത്ര ടേം ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോ a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തപ്പോ എത്ര ടേം ഉണ്ട്, 3 ടേംസ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് എന്ത്, ഏതൊരു ടേമും a+b ഹോൾ റേസ്ഡ് n ആണെങ്കിൽ a+b ഹോൾ റേസ്ഡ് n ആണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേംസ് ഉണ്ടാകും, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്പർ ഓഫ് ടേംസ് ഇവിടെ n ആണെങ്കിൽ അതിനേക്കാളും 1 കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ n ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് അപ്പൊ എന്ത് വരണം, n+1 വരണം. ഓക്കെ ആണല്ലോ. അതായത് ഇപ്പൊ നമുക്ക് നോക്കാം, a+b ഹോൾ റേസ്ഡ് n ന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. a+b ഹോൾ റേസ്ഡ് n ന്റെ ഇക്വേഷൻ എന്താണ്, nc0 a റേസ്ഡ് n പ്ലസ് nc1 a റേസ്ഡ് n-1b plus nc2 a raised n-2b square plus etc plus ncn b raised n. അങ്ങനെയാണ് നമ്മൾ a+b ഹോൾ റേസ്ഡ് n നെ എക്സ്പാൻഡ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതില് n ടേംസ്, ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, n ആണ്. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇത് എത്രയാണോ, ഇത് n ആണെങ്കിൽ ഇവിടെ എത്ര ടേംസ് ഉണ്ടാവും, n നേക്കാൾ 1 കൂടുതൽ. അതായത് എത്ര ടേംസ് ഉണ്ടാവണം, n+1 ടേംസ് എവിടെ ഉണ്ടാകും, അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x+2 ഹോൾ റേസ്ഡ് 5. അതായത് x+2 ഹോൾ റേസ്ഡ് 5 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേംസ് ഉണ്ടാകുന്നതാണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, n+1 ആണ് അല്ലെ. നമ്പർ ഓഫ് ടേംസ് n+1 ആയിരിക്കും. ഇവിടെ എന്താണോ ഇൻഡെക്സ് അതിനേക്കാളും 1 കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ n ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 5 ആണ്. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 5+1 ഈക്വൽ ടു എത്ര ടേംസ് ഉണ്ടാകും, 6 ടേംസ് ഉണ്ടാവും. ഓക്കെ അല്ലെ. 6 ടേംസ് ആണ് ഈ എക്സ്പാൻഷനിൽ ഉണ്ടാകുന്നത്. ഏതിനാ, x+2 ഹോൾ റേസ്ഡ് 5 നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പാൻഡ് x+2 ഹോൾ റേസ്ഡ് 5 യൂസിങ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ട് x+2 ഹോൾ റേസ്ഡ് 5 നെ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം, ബി ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കറിയാം ഇത് a+b ഹോൾ റേസ്ഡ് n എന്ന രീതിയിലാണ് കിടക്കുന്നത് അല്ലെ. അതായത് എയുടെ പ്ലേസിൽ ഇവിടെ ആരാണോ വന്നേക്കണത്, x, b യുടെ പ്ലേസിൽ ഇവിടെ ആരാണ്
എത്രയാണ് 2 ആണ് വന്നേക്കുന്നത്. എന്നിന്റെ പ്ലേസിൽ എത്രയാണ് 5 ആണ് വന്നേക്കുന്നത്. അതായത് a പ്ലസ് ബി ഹോൾ റേസ്ഡ് n എന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്, a പ്ലസ് ബി ഹോൾ റേസ്ഡ് n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ തന്നെ പറഞ്ഞത് എന്തായിരുന്നു, nc0 a raised n plus nc1 a raised n minus 1 b plus nc2 a raised n minus 2 b square plus etc plus ncn b raised n. ഇതാണ് എന്ത് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. a പ്ലസ് ബി ഹോൾ റേസ്ഡ് n ഈക്വൽ ടു nc0 a റേസ്ഡ് n പ്ലസ് nc1 a റേസ്ഡ് n മൈനസ് 1 b പ്ലസ് nc2 a റേസ്ഡ് n മൈനസ് 2 b സ്ക്വയർ പ്ലസ് എക്സെട്ര ncn b റേസ്ഡ് n എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഇനി നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്തായിരുന്നു, എക്സ് പ്ലസ് 2 ഹോൾ റേസ്ഡ് 5 ആണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ എയുടെ പ്ലേസിൽ ഇവിടെ ആരാണ് എക്സ് എന്നും ബിയുടെ പ്ലേസിൽ എന്താണ് 2 എന്നാണ് കിടക്കുന്നത്. എന്നിന്റെ പ്ലേസിൽ എന്താണ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്കും ബിക്കും അതേപോലെ എന്നിന് പകരം എന്ത് കൊടുക്കണം, ഈ വാല്യൂസ് എക്ക് പകരം എക്സ്, ബിക്ക് പകരം 2, എന്നിന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തെന്ന് വരും 5c0 a റേസ്ഡ് n. a എന്ന് പറയുന്ന ടേം എന്താണ് ഇവിടെ എക്സ്. അപ്പൊ എക്സ് റേസ്ഡ് n എന്ന് പറയുന്നത് a എന്ന് പറയുന്ന ടേം എക്സ്, ബി എന്ന് പറയുന്ന ടേം 2, n എന്ന് പറയുന്ന ടേം എത്രയാണ് 5. ആ വാല്യൂസ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ nc0 എന്ന് പറയുമ്പോൾ 5c0, എക്ക് പകരം എക്സ്, എന്നിന് പകരം എന്ത് കൊടുക്കണം 5 പ്ലസ് nc1 5c1 x റേസ്ഡ് n മൈനസ് 1 ആ. n എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 4. b എന്ന് പറയുന്നത് എന്താണ് 2 into 2 പ്ലസ് 5c2 x റേസ്ഡ് 3 പ്ലസ് x റേസ്ഡ് 3 പ്ലസ് b എന്ന് പറയുന്നത് എത്രയാണ് 2 b സ്ക്വയർ പ്ലസ് 5c2 കഴിഞ്ഞാൽ നെക്സ്റ്റ് 5c3. നമുക്ക് എവിടെ വരെ വരണം, ncn വരെയാണ് ലാസ്റ്റ് ടേം എഴുതേണ്ടത്. അപ്പൊ ncn എന്ന് പറയുമ്പോൾ ഈ ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എവിടെ വരെ എന്നിന്റെ വാല്യൂ എത്രയാണ് 5 ആണ്. അപ്പൊ 5c5 ആ ടേം വരെ എൻഡ് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ 5c3 എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താകും, എക്സ് സ്ക്വയർ ആകും. 2 സ്ക്വയർ എന്നുള്ളത് എന്താകും 2 റേസ്ഡ് 3 പ്ലസ് 5c4 എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് ഇൻറ്റു 2 ക്യൂബ് എന്നുള്ളത് 2 റേസ്ഡ് 4 പ്ലസ് 5c5 എക്സിന്റെ ടേം ഇനി ഉണ്ടാവില്ല. അതായത് ഫസ്റ്റത്തെ ടേം എന്താണോ അതിന്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ ടേം ഇല്ലാതാകും. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിന്റെ പവർ ആദ്യത്തെ ടേമിൽ സെക്കൻഡ് ടേം ഉണ്ടാവില്ല, അടുത്തതിൽ സെക്കൻഡ് ടേം വരും. പിന്നെ അത് സെക്കൻഡ് ടേം എന്നുള്ളത് എന്താവും 2 എന്നുള്ളത് 2 സ്ക്വയർ ആവും, പിന്നെ 2 ക്യൂബ് ആവും. അതായത് പവർ കൂടി കൂടി മാക്സിമം എത്ര വരും ബി റേസ്ഡ് n. അതായത് സെക്കൻഡ് ടേമിന്റെ n എത്രയാണോ പവർ അതിലുള്ളത് മാക്സിമം പവർ അവിടം വരെ എന്ത് ചെയ്യണം ടേം വന്ന് നിൽക്കും. അതായത് 5c5 2 റേസ്ഡ് 4 അടുത്ത ടേമിൽ അത് എന്താവും 2 റേസ്ഡ് 5 ആകും. ഇങ്ങനെയാണ് നമ്മൾ ടേം എന്ത് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സ് പ്ലസ് 2 ഹോൾ റേസ്ഡ് 5 എന്ന് പറയുന്നത് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ എന്തായിരിക്കണം ഫസ്റ്റ് ടേമിന്റെ പവർ എന്ത് ചെയ്യണം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ലാസ്റ്റിൽ എന്ത് ഉണ്ടാവില്ല ഫസ്റ്റ് ടേം ഉണ്ടാകൂല. അതേപോലെ സെക്കൻഡ് ടേമിന്റെ പവർ മാക്സിമം കൂടി 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 വന്നിട്ട് മാക്സിമം എത്രയാണോ എന്നിന്റെ വാല്യൂ അവിടം വരെ ആയിരിക്കുള്ളൂ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് എന്ത് ചെയ്യാ 5c0 എന്ന് പറയുന്നത് നമുക്ക് വാല്യൂസ് ഇത് കോമ്പിനേഷൻ ആണ് അല്ലെ. 5c0 5c1 5c2 5c3 എന്നൊക്കെ പറയുന്നതിന്റെ വാല്യൂസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ എന്ത് കിട്ടും അതിന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, 5c0 എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. അപ്പൊ 1 into x raised 5 ആണ് അല്ലെ. 1 into x raised 5 എന്ന് പറയുമ്പോൾ x raised 5 പ്ലസ് അടുത്തത് 5c1 ആണ്. 5c1 എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. അപ്പൊ 5 into x raised 4 into 2 എന്ന് വരും. 5c2ന്റെ വാല്യൂ 10 ആണ്. 10 into x cube into 2 raised 4 എന്ന് പറയുമ്പോൾ 4 വരും. 2 raised 2 എന്ന് പറയുമ്പോൾ 4 വരും. പ്ലസ് 5c3യുടെ വാല്യൂ തന്നെയാണ് 10 ആണ്. 10 into x square into 2 ക്യൂബിന്റെ വാല്യൂ 8 പ്ലസ് 5c4ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 5c4 എന്ന് പറയുന്നത് എത്രയാകും 5 into x into 2 raised 4ന്റെ വാല്യൂ വരും പ്ലസ്
5c5 എന്ന് പറയുന്നത് 1 ആണ്. 2 raised 5 എത്രയാണ്? 32 എന്ന് വരും. ഓക്കെ ആണല്ലോ. 5c4 എന്തെന്ന് കൊടുക്കാം? 16 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതില് ഫൈനൽ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? x raised 5 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അല്ലെ, 5 into 2 ഇല്ലേ, അപ്പൊ അത് 10 x raised 4 പ്ലസ് ഇവിടെ എന്താകും? 10 into 4 മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പൊ 40x ക്യൂബ് ഉണ്ട്, പിന്നെ പ്ലസ് ബാക്കി ഇവിടെ എന്താണ് വരുന്നത്? 10 into 8 ഉണ്ട്, അതായത് 80x സ്ക്വയർ എന്ന് വരും. പ്ലസ് അടുത്ത ടേം എന്താണ്? 5 into 16 ഉണ്ട്. 5 into 16 എന്നുള്ളത് എന്തായി വരും? 80x പ്ലസ് പിന്നെ എന്തും കൂടെ ഉണ്ട്? 32 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതിന്റെ എല്ലാ ടേംസും നമ്മൾ എഴുതി. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എല്ലാ ടേംസ് എക്സിന്റെ ടേംസുകളുടെ പവർ ഒരെണ്ണം x raised to 5 ഉം പിന്നെ x raised to 4 x ക്യൂബ് x സ്ക്വയർ x പിന്നെ x ഇല്ലാത്ത ടേം ആണ്. അതായത് സെയിം പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കട്ട് ഷോർട്ട് ചെയ്ത് ഒന്നും കൂടെ ചെറുതാക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എവിടെ വരെ കിട്ടും? ഇത്രയാണ് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് അറിയാവുന്നത് x plus 2 whole raised to 5 ആണ് അല്ലെ. 5 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? 6 ടേംസ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. അതായത് ഇൻഡെക്സ് 5 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര ആയിരിക്കുള്ളൂ? 6 ടേംസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ചെയ്തത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടാ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? x/3 പ്ലസ് 1/x ഹോൾ റേസ്ഡ് 4 നമുക്ക് എന്ത് ചെയ്യണം? ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ. എന്തായിരുന്നു ഇക്വേഷൻ? a പ്ലസ് ബി ഹോൾ റേസ്ഡ് 4 ആണ്. a പ്ലസ് ബി ഹോൾ റേസ്ഡ് n ആണ്. a പ്ലസ് ബി ഹോൾ റേസ്ഡ് n എന്ന് വെച്ചാൽ എന്തായിരുന്നു? nc0 a റേസ്ഡ് n പ്ലസ് nc1 a raised n minus 1. അതായത് ഫസ്റ്റ് ടേമിന്റെ പവർ എന്ത് ചെയ്യണം? കുറഞ്ഞു വരും. അതേപോലെ സെക്കൻഡ് ടേമിന്റെ പവർ കൂടി മാക്സിമം എന്താണ്? എന്നിന്റെ വാല്യൂ അവിടം വരെ എത്തും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിന് ബി ഉണ്ടാവില്ല, അടുത്തേൽ എന്ത് വരും? ബി വരും. പ്ലസ് nc2 a raised n minus 2 b സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കണം? ncn സെക്കൻഡ് ടേമിന്റെ മാക്സിമം പവർ b raised n. ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് x/3. നമുക്കിവിടെ കണ്ടത് x/3 പ്ലസ് 1/x ഹോൾ റേസ്ഡ് 4 ആണ്. അതിന്റെ ആൻസർ ആണ് നമുക്ക് കണ്ടത്. അതായത് ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു nc0. ഇവിടെ എയുടെ വാല്യൂ എന്താണ് വരുന്നത്? എയുടെ പ്ലേസിൽ x/3 ഉം ബിയുടെ പ്ലേസിൽ എന്താണ്? 1/x. എന്നിന്റെ പ്ലേസിൽ ഇവിടെ എത്രയാണ്? 4 ആണ്. ഓക്കെ അല്ലേ? അപ്പോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. nc0 എന്ന് പറയുമ്പോൾ 4c0, a raised n എന്ന് പറയുമ്പോൾ x/3 ആണ് എയുടെ ടേം അല്ലെ. അപ്പൊ x/3 ഹോൾ റേസ്ഡ് n എന്ന് പറയുന്നത് എത്രയാണ്? 4 പ്ലസ് nc1, അപ്പൊ 4c1 a raised n minus 1. a എന്ന് പറയുന്നത് എന്തായിരുന്നു? x/3 ആണ്. n minus 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എന്നിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ 4 minus 1 അതായത് 3 എന്ന് വരും. പിന്നെ ഇൻറ്റു ആരും കൂടി ഉണ്ട് അവിടെ? ബി എന്ന് പറയുന്ന ടേം ഉണ്ട്. ബി എത്രയാണ്? 1/x. അപ്പൊ ബിക്ക് പകരം എന്ത് കൊടുക്കണം? 1/x പ്ലസ് nc2 അതായത് 4c2. ഓക്കെ ആണല്ലോ. 4c2 a raised n minus 2. a എന്ന് പറയുന്നത് x/3 ആണ്. x/3 raised n minus 2 അതായത് 4 minus 2. അപ്പൊ എത്ര വരും? 2 വരും. ഇൻറ്റു ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് എത്രയാണ്? 1/x ആണ്. അപ്പൊ 1/x സ്ക്വയർ പ്ലസ് 4c2 കഴിഞ്ഞ അടുത്ത ടേം എത്രയാണ്? 4c3. x/3 സ്ക്വയർ എന്നുള്ളത് എന്താവും? x/3 എന്നാകും. സ്ക്വയർ ഒന്ന് സ്ക്വയറിന്റെ ഒരു ടേം കുറയും, അതായത് 2 - 1 ആവും. 2 - 1 എന്ന് പറയുമ്പോൾ 1 ആവും, അതായത് x/3 എന്നാവും. ഓക്കെ അല്ലേ? ഇൻറ്റു അടുത്തത് എന്താവും? 1/x സ്ക്വയർ എന്നുള്ളത് 1/x ക്യൂബ് ആകും. സെക്കൻഡ് ടേമിന്റെ പവർ കൂടി വരണം, അതേപോലെ ഫസ്റ്റ് ടേമിന്റെ പവർ എന്ത് ചെയ്യണം? കുറഞ്ഞു വരണം. ഓക്കെ ആണല്ലോ. 1/x ക്യൂബ് ആകും.
നെക്സ്റ്റ് അടുത്തത് എന്തായിരിക്കണം? 4C4. നമുക്ക് ലാസ്റ്റ് ടേം NCNൽ നിൽക്കണം. അവിടെ വരെയാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ n-ന്റെ വാല്യൂ 4 ആണെങ്കിൽ ലാസ്റ്റ് ടേം അപ്പൊ എന്തായിരിക്കണം? 4C4 b raised n. b എന്ന് പറയുന്ന ടേം എത്രയായിരുന്നു? 1/x ആണ്. 1/x raised n എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ അല്ലേ? അവിടെ വരെ തന്നെ എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഇതിന് എന്ത് ചെയ്യണം? ഒന്നും കൂടെ വാല്യൂസ് കണ്ട് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. 4C0 എന്ന് പറയുന്നത് 1 ആണ്. 4C0ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ 1 ആണ് ആൻസർ കിട്ടുക. 4C0 എന്ന് പറയുന്നത് 1 ആകും. അപ്പൊ അത് എഴുതണ്ട. ബാക്കി ഇവിടെ എന്താണ്? x/3 ഹോൾ റേസ്ഡ് 4 എന്നല്ലേ കിടക്കുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? x raised 4/3 raised 4. അതായത് ആ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് എന്ത് കൊടുത്തു? ആ 4 എന്നുള്ള പവർ കൊടുത്തു. ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഓരോ ടേംസിനായിട്ട് പവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. പ്ലസ് 4C1 എന്ന് പറയുന്നത് എന്താ? 4 ആണ്. 4 ഇൻറ്റു ഇവിടെയും എന്ത് ചെയ്യാ? ഈ 3 എന്ന് പറയുന്നത് ഓരോ ടേംസിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതെന്താവും? x³/3³ ഇൻറ്റു 1/x പ്ലസ് 4C2ന്റെ വാല്യൂ എത്രയാണ്? 4C2ന്റെ വാല്യൂ 6 ഇൻറ്റു x² ഡിവൈഡഡ് ബൈ ബാക്കി എന്ത് ചെയ്യണം? 3² സ്ക്വയർ ഓരോ ടേംസിന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റു പിന്നെ അടുത്ത ടേം എന്താണ്? 1² ആണ് അല്ലെ? അത് 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ബാക്കി x², 1/x² എന്ന് കിട്ടും. പ്ലസ് 4C3 എന്ന് പറയുന്നത് എത്രയാണ്? 4C3 എന്ന് പറയുന്നത് എത്ര വരും? 4 വരും. 4 ഇൻറ്റു x/3 ഇൻറ്റു 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. എക്സിന്റെ ക്യൂബ് എന്തെന്ന് എഴുതാ? x³ എന്ന് എഴുതാ. പ്ലസ് 4C4ന്റെ വാല്യൂ 1 വരും. അപ്പൊ ബാക്കി ഇവിടെ 1/x ഹോൾ റേസ്ഡ് 4 ആണ്. 1 raised 4 എന്ന് പറയുമ്പോ 1 വരും. 1 വരും. x raised 4ന് പകരം എന്താ? x raised 4 കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇതിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതായത് ഫ്രാക്ഷൻ പോലെയാണ് അല്ലെ? അപ്പൊ അതിൽ ചില ടേംസ് എന്ത് ചെയ്യാണ്ട് എക്സിന്റെ ടേംസ് പവർ സെയിം ആയിട്ട് വരുന്നവരുണ്ടാകും. അപ്പൊ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ചില എക്സിന്റെ ടേംസുകൾ എന്താണ്? ക്യാൻസൽ ചെയ്ത് പോകാനുണ്ട്. അപ്പൊ ക്യാൻസൽ ചെയ്യാനുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് എഴുതാം. ഇത് ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അതായത് x raised 4/3 raised 4 ആണ് ഉള്ളത് അല്ലെ? x raised 4/3 raised 4 വരും. പ്ലസ് 4 ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ ന്യൂമറേറ്ററിൽ x³ ഉണ്ട്, ഇവിടെ താഴെ x ഉണ്ട് ആണല്ലോ. അപ്പൊ ഈ x³ എക്സും അതേപോലെ x³ എന്ന് പറയുമ്പോ എന്താണ്? 3x ഉണ്ട് അല്ലെ? x ഇൻറ്റു x ഇൻറ്റു x അല്ല x³ എന്ന് പറയുന്നത്. അപ്പോ x³ എന്ന് പറയുമ്പോ അവിടെ 3x ഡിനോമിനേറ്ററിൽ 1x ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര എണ്ണം വെട്ടാം? ഡിനോമിനേറ്ററിൽ ഒരെണ്ണം. ഈ 3xകളിൽ നിന്ന് 1x വെട്ടി ബാക്കി ബാലൻസ് എത്ര ഉണ്ടാവും? x² ഉണ്ടാകും. അപ്പോ ഇവിടെ എന്തായി? x²/3³ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇൻറ്റു ഇവിടെ 1/1 ആയി. അപ്പൊ പിന്നെ അത് എഴുതണ്ട. ഓക്കെ. പ്ലസ് 6 ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ x² ഉണ്ട്, ഇവിടെയും ന്യൂമറേറ്ററിലും x² ഉണ്ട്. അപ്പൊ ഡിനോമിനേറ്ററിൽ x² ന്യൂമറേറ്ററിൽ x² എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 6 ഇൻറ്റു 6 ഇൻറ്റു 1 ആണ്. 6 ഇൻറ്റു ന്യൂമറേറ്ററിൽ ഇവിടെ 1 ആണുള്ളത്. അപ്പൊ 6 ഇൻറ്റു 1 എന്ന് പറയുന്നത് 6 ആകും. ബാക്കി ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 3² ഉണ്ട്. അപ്പൊ ആ ടേം അങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? പ്ലസ് ഇനി ഇവിടെ അടുത്ത ടേമിന് നോക്കിയേ, ഇവിടെ ന്യൂമറേറ്ററിൽ എക്സും ഡിനോമിനേറ്ററിൽ x³ ആണോ ഉള്ളത് അല്ലെ? അപ്പൊ ന്യൂമറേറ്ററിൽ 1x ഡിനോമിനേറ്ററിൽ 3x ഉണ്ട്. അപ്പൊ എത്ര എണ്ണം വെട്ടിപ്പോകും? ന്യൂമറേറ്ററിൽ 1x ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഡിനോമിനേറ്ററിൽ 1x ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ ഡിനോമിനേറ്ററിൽ ബാലൻസ് എത്ര x ഉണ്ടാവും? 2x ഉണ്ടാവും. അതായത് x² ടേം ആകും. അപ്പൊ ഇവിടെ 4 ഇവിടെ അത് 1 ആയി, 1/3 ആയി. ബാക്കി 4 into 1 4/3 x². ഓക്കെ ആണല്ലോ? 4/3 x² എന്നാകും. പ്ലസ് 1/x raised 4 ആകും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാ? ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ 3 raised 4 ഉണ്ട്, 3³ ഉണ്ട്, 3² ഉണ്ട്, ആ ടേംസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത ടേം എന്ന് പറയുന്നത് x raised 4 divided by 3 raised 4ന്റെ ആൻസർ 81 പ്ലസ് 4 into x² divided by 3³ ആൻസർ എത്ര കിട്ടും? 27 കിട്ടും. പ്ലസ് 6/9 പ്ലസ് 4/3 x² എന്ന് വരും. പ്ലസ് 1/3
എക്സ് റേസ്ഡ് 4 എന്ന് വരും. അതായത് ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത്? ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ 3 റേസ്ഡ് 4ന്റെ വാല്യൂ 81 കണ്ടുപിടിച്ചു. ഈ 3 ക്യൂബിന്റെ വാല്യൂ 27 കൊടുത്തു. ബാക്കി എല്ലാ ടേംസും സെയിം ആണ്, വേറെ ചേഞ്ച് ഒന്നും വരുത്തില്ല. ക്യൂബും അതേപോലെ തന്നെ 3 റേസ്ഡ് 4ഉം എത്രയാണെന്ന് വാല്യൂ കാണും, അതിന് എന്ത് ചെയ്തു ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടാ. എക്സ്പാൻഡ് 1/2x ഹോൾ റേസ്ഡ് 5 എന്നാണ് പറഞ്ഞേക്കുന്നത് യൂസിങ് ബൈനോമിയൽ തിയറം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ബൈനോമിയൽ തിയറത്തിൽ 2 ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതായത് a+b ഹോൾ റേസ്ഡ് n എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ a-b ഹോൾ റേസ്ഡ് n എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? a-b ഹോൾ റേസ്ഡ് n എക്സ്പാൻഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും വരാ? a-b ഹോൾ റേസ്ഡ് n എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലെ. അതായത് a+b ഹോൾ റേസ്ഡ് n അതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ പ്ലസിന് പകരം ഇവിടെ എന്താ വന്നേക്കണത്? മൈനസ് ആണ് വന്നേക്കണത്. അതായത് a+b ഹോൾ റേസ്ഡ് n എങ്ങനെയാ ചെയ്തത്? nc0 a റേസ്ഡ് n പ്ലസ് nc1 a റേസ്ഡ് n-1b പ്ലസ് nc2 a റേസ്ഡ് n-2b സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് ncn b റേസ്ഡ് n. ഇതായിരുന്നു a+b ഹോൾ റേസ്ഡ് n നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ സെയിം അതേപോലെ തന്നെ a-b ഹോൾ റേസ്ഡ് n നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ പ്ലസ് എന്നുള്ളത് എന്തായി വന്നുള്ളൂ? മൈനസ് ആയിരുന്നുള്ളൂ. അത് ഇതേ ടേംസ് തന്നെയാണ് എക്സ്പാൻഷനിൽ വരുന്നത്. ആകെ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? അതായത് എല്ലായിടത്തും പ്ലസ് വന്നതിന് പകരം എന്താകും? ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരും. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ടേം പോസിറ്റീവ് ആക്കി കൊടുക്കുക, അടുത്ത ടേം അപ്പൊ എന്താകും? നെഗറ്റീവ് ആകും. അടുത്ത ടേം എന്താകും? പോസിറ്റീവ് ആകും. പിന്നത്തത് നെഗറ്റീവ്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് വരും? പ്ലസും മൈനസും വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ എങ്ങനെ വരും ഇക്വേഷൻ? ആദ്യത്തെ ടേം പോസിറ്റീവ്, അപ്പൊ nc0 a റേസ്ഡ് n അങ്ങനെ വരും. അപ്പൊ അത് പോസിറ്റീവ് ടേം ആണ്. അടുത്തത് പോസിറ്റീവ് എന്നുള്ളതിന് പകരം എന്താവണം? നെഗറ്റീവ് ടേം ആകും. nc1 a റേസ്ഡ് n-1b. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് അടുത്ത ടേം എന്താവണം? പോസിറ്റീവ് ആകണം. പ്ലസ് nc2 a റേസ്ഡ് n-2b സ്ക്വയർ b സ്ക്വയർ. ഇത് പ്ലസ് ആയിരുന്നു, അപ്പൊ അടുത്ത ടേം മൈനസ്. അടുത്തത് എക്സിട്ര. എക്സിട്ര കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഏതാണ് ടേം വരണേന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ ഒരു -1 ഹോൾ റേസ്ഡ് n കൊടുക്കും. അതെന്തിനു വേണ്ടി? അടുത്ത ടേം പ്ലസ് ആണോ മൈനസ് ആണോ എന്നനുസരിച്ച് അവിടെ എഴുതാൻ വേണ്ടിയാണ് -1 ഹോൾ റേസ്ഡ് n കൊടുത്തത്. ഈക്വൽ ടു ncn ലാസ്റ്റ് ടേം എന്താണ്? b റേസ്ഡ് n ആണ്. ഇവിടെ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് 1 - 2x ഹോൾ റേസ്ഡ് 5 യൂസിങ് ബൈനോമിയൽ തിയറം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിനെ നമ്മൾ എന്ത് ചെയ്യണം? ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പാൻഷനിൽ എഴുതണം. ഇവിടെ ഇതിൽ 2 ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആകെ പഠിക്കുന്നത് അല്ലെ. ഈ 2 ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം, എന്നാൽ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 - 2x ആണ്. ഇവിടെ മൈനസ് ആണ് വന്നത് അല്ലെ. അപ്പൊ മൈനസ് വന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. അതായത് എന്താകും? 1 - 2x ഹോൾ റേസ്ഡ് 5 ആണ് നമുക്ക് കാണേണ്ടത്. അതില് ഈക്വൽ ടു ഇവിടെ a എന്ന് പറയുന്ന ടേം ഇവിടെ എക്ക് പകരം ഇവിടെ എത്രയാണ് വന്നേക്കണത്? 1 ആണ് വന്നേക്കണത്. ബിക്ക് പകരം എത്രയാണ് വന്നേക്കണത്? 2x ആണ് വന്നേക്കണത്. n പകരം എത്രയാണ് വന്നേക്കണത്? 5 ആണ് വന്നേക്കണത്. അപ്പൊ ഇതേ ഇക്വേഷനില് എക്കും ബിക്കും n പകരം എന്ത് കൊടുക്കുക? 1 2x 5 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷന് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? കട്ട് ഷോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ചെയ്യാം. nc0 അപ്പൊ അടുത്ത ഫസ്റ്റ് ടേം എന്താ വരും? 5c0 a റേസ്ഡ് n. a എന്ന് പറയുന്ന ആൾ എന്താണ്? 1 ആണ്. അപ്പൊ 1 റേസ്ഡ് 5. ഓക്കെ അല്ലേ? മൈനസ് nc1 അതായത് 5c1 a റേസ്ഡ് n-1 1 റേസ്ഡ് n-1 എന്ന് പറയുമ്പോൾ 5 - 1 എത്ര വരും? 4 വരും. നമുക്ക് അറിയണതാണ് ഫസ്റ്റ് ടേമിന്റെ പവർ എന്ത് ചെയ്യണം? ഓരോന്ന് വെച്ച് കുറയണം. ഇവിടെ പവർ 5 ആയിരുന്നു, അപ്പൊ വീണ്ടും 1 കുറഞ്ഞ് 4 ആയി. ഇനി ഇതിന്റെ ഒപ്പം എന്ത് വരും? സെക്കൻഡ് ടേം കയറി വരും. സെക്കൻഡ് ടേം എത്രയാണ്? b എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്ര എടുത്തേക്കണത്? 2x ആണ് എടുത്തേക്കണത്. അപ്പൊ bക്ക് പകരം എന്ത് കൊടുക്കുക? 2x പ്ലസ് ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ അടുത്ത ടേം എന്താവണം? പോസിറ്റീവ് ആയിരിക്കണം. ഇക്വേഷനിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ടേമിൽ മൈനസ് ഉണ്ടെങ്കിൽ ഇക്വേഷനിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് കൊടുക്കണം? പ്ലസ് മൈനസ് മാറ്റി കൊടുക്കണം. ഓക്കെ ആണല്ലോ? അടുത്തത് 5c1 ആയിരുന്നു. അടുത്തത് 5c2. 1 റേസ്ഡ് 4 എന്നുള്ളത് എന്തായി മാറും? 1
ക്യൂബ് ആകും ഇൻറ്റു 2x എന്ന് പറയുന്നത് എന്താവും 2x ഹോൾ സ്ക്വയർ ആകും. ഇവിടെ 2x റേസ്ഡ് 1 ആണ്, അതാണ് 2x എന്ന് എഴുതിയത്. അതിന്റെ പവർ എന്ത് ചെയ്യണം, അടുത്ത ടേമിൽ പവർ കൂടണം. അപ്പൊ 2x റേസ് ടു 2 ആകും. അടുത്തത് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആക്കണം. 5c3 ഇൻറ്റു 1ന്റെ ക്യൂബ് എന്നുള്ളത് 1 സ്ക്വയർ ആകും. 2x സ്ക്വയർ എന്നുള്ളത് എന്തായി മാറും 2x ഹോൾ ക്യൂബ് ആകും. ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, അടുത്ത ടേം എന്ത് ചെയ്യണം, പോസിറ്റീവ് ആക്കണം. അപ്പൊ എന്തെന്ന് വരും, നെഗറ്റീവ് 5c3 ആണ്. അടുത്തത് പ്ലസ് 5c4 ആകും. 1 സ്ക്വയർ എന്നുള്ളത് എന്താകും 1 ആകും. ഇൻറ്റു 2x ഹോൾ ക്യൂബ് എന്നുള്ളത് 2x ഹോൾ റേസ്ഡ് 4 ആകും. ഓക്കെ, നമുക്ക് NC വരെയാണ് വേണ്ടത്, അതായത് 5c5 വരെയും വേണം. ഇത് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ടേം എന്താവണം, നെഗറ്റീവ് ആകണം. 5c5 1ന്റെ ടേം കഴിയും, പിന്നെന്താണ് 2x ഹോൾ റേസ്ഡ് 5 ആകും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതിന് എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് കട്ട് ഷോട്ട് ചെയ്യാം. 5c0 1 raised to 5. 5c0 എന്ന് വെച്ചാൽ എന്താണ്, 1 ആണ്. 1 into 1 raised to 5. 1 into 1 raised to 5 എന്ന് പറയുന്നത് 1 തന്നെ. മൈനസ് 5c1 എന്ന് പറയുന്നത് എന്താ 5 into 1 raised to 4 ന്റെ ആൻസർ 1 ആണ്. ഇവിടെ പിന്നെ എന്താ ഉള്ളത് 2x ഉണ്ട്, അപ്പൊ into 2x പ്ലസ് 5c2ന്റെ വാല്യൂ എത്രയാണ് വരാം, 5c2 എന്ന് പറയുന്നത് 10 വരും. ഇൻറ്റു 1 ക്യൂബ് 1 ആകും. 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും 4x സ്ക്വയർ ആവും. അതെങ്ങനെയാണ്, 2ന്റെ സ്ക്വയർ 4, പിന്നെ എക്സിന്റെ സ്ക്വയറിന് എന്തെന്ന് എഴുതാം, x സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, മൈനസ് 5c3 എത്ര വരും, 5c3 എന്ന് പറയുന്നത് 10 ആണ്. 5c3യുടെ വാല്യൂ 10 കിട്ടും. 10 ഇൻറ്റു 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആകും. 2x ക്യൂബ് ആണ്. 2x ക്യൂബ് എന്ന് പറയുമ്പോൾ 2ന്റെ ക്യൂബ് കണ്ടുപിടിക്കുക 8, എക്സിന്റെ ക്യൂബ് x ക്യൂബ്. ഓക്കെ അല്ലേ. പ്ലസ് 5c4 എന്ന് പറയുന്നതോ, 5c4 എന്ന് പറയുന്നത് എത്രയാണ്, 16 വരും. അല്ല, 5c4 എന്ന് പറയുന്നത് 5 വരും. 5c4 5 ഇൻറ്റു 1 എന്ന് പറയുന്നത് 5 ഇൻറ്റു 1 ആകും, അത് 5 ആകും. പിന്നെ 2x ഹോൾ റേസ്ഡ് 4 ആണ്. 2 റേസ്ഡ് 4ന്റെ വാല്യൂ 16. x റേസ്ഡ് 4 എന്നുള്ളത് എന്താവും, x റേസ്ഡ് 4 തന്നെ എഴുതാം. ഓക്കെ അല്ലേ. ഇനി 5c5 എന്ന് പറയുന്നത് 1 വരും. 5c5ന്റെ വാല്യൂ 1 ആകും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, 2x ഹോൾ റേസ്ഡ് 5 ആണോ ഉള്ളത്. 2x ഹോൾ റേസ്ഡ് 5 എന്ന് പറയുമ്പോൾ 2 റേസ്ഡ് 5 വരും. അപ്പൊ മൈനസ് 2 റേസ്ഡ് 5ന്റെ വാല്യൂ 2 റേസ്ഡ് 5 എന്ന് പറയുന്നത് എത്ര വരും, 32 വരും. x റേസ്ഡ് 5ന് അടുത്ത ടേം ആയിട്ട് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഇതിനൊന്നും കൂടെ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് ഈ 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, 10x എന്ന് കിട്ടും. പ്ലസ് 10 ഇൻറ്റു 4 40x സ്ക്വയർ എന്ന് വരും. പിന്നെ ഇവിടെ എന്താ മൈനസ് 10 ഇൻറ്റു 8 80x ക്യൂബ് വരും. പ്ലസ് 5 ഇൻറ്റു 16 എന്നുള്ളത് എത്ര തന്നെയാവും, 80x റേസ്ഡ് 4 ആകും. മൈനസ് 32x റേസ്ഡ് 5 ആകും. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇവിടെ വെച്ച് ഇതിനെന്ത് ചെയ്യണം, ഓക്കെ ഇത്രയും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലും കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരു ടേം x ആണ്, പിന്നെ x സ്ക്വയർ ആണ്, x ക്യൂബ് ആണ്, x റേസ്ഡ് 4 ആണ്. അതായത് പവറുകൾ എല്ലാം ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിനെ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറ്റില്ല. ഇത്രയും ടേംസ് വരെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, 1 മൈനസ് 2x ഹോൾ റേസ്ഡ് 5. അതായത് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, a മൈനസ് ബി ഹോൾ റേസ്ഡ് n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ആ ഇക്വേഷനിൽ ടേംസിനൊന്നും വ്യത്യാസമില്ല. ഇത് മാത്രമേ ആകെ വ്യത്യാസമുള്ള ഇക്വേഷനുകൾ തമ്മിൽ. ഒരു നമ്പർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് കൊടുക്കണം, പ്ലസും മൈനസും മാറ്റി കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് a പ്ലസ് ബി ഹോൾ റേസ്ഡ് 4 മൈനസ് a മൈനസ് ബി ഹോൾ റേസ്ഡ് 4. ഹെൻസ് ഇവാലുവേറ്റ് √3 plus √2 ഹോൾ റേസ്ഡ് 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ്ഡ് 4. അതായത് a പ്ലസ് ബി ഹോൾ റേസ്ഡ് 4ഉം a മൈനസ് ബി ഹോൾ റേസ്ഡ് 4ഉം ഈ രണ്ട് ടേംസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. എന്നിട്ട് അതേ മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കണം, √3 പ്ലസ് √2 ഹോൾ റേസ്ഡ് 4ഉം √3 മൈനസ് √2 ഹോൾ റേസ്ഡ് 4ഉം കുറച്ചാൽ കിട്ടുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അതായത് ഈ ടേം കണ്ടുപിടിച്ചാല് ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് അല്ലെ. a പ്ലസ് ബി ഹോൾ റേസ്ഡ് 4, ഇവിടെ എക്ക് പകരം √3ഉം ബിക്ക് പകരം √2ഉം വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളൂ. അതായത് ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത്, അതേ മെത്തേഡിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, അടുത്തതിന്റെ ആൻസർ കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നോക്കാം.
നോക്കിയേ, ഇത് ഇത്തിരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അതായത് a plus b whole raised to 4 minus a minus b whole raised to 4 ആൻസർ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതേ മെത്തേഡിൽ എന്താ കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ടേംസിന്റെ ആൻസറും കണ്ടുപിടിക്കണം. അതായത് നോക്ക്, a plus b whole raised to 4 ആണ് അല്ലെ. അതായത് a plus b whole raised n നമുക്കറിയാം. എന്തായിരുന്നു a plus b whole raised n? nc0 a raised n plus nc1 a raised n minus 1 b plus nc2 a raised n minus 3 b square plus etc plus ncn b raised n. ഇതാണ് a plus b whole raised n ന്റെ ഇക്വേഷൻ. ഇനി a minus b whole raised n ന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? nc0 a raised n. ഇതേ ടേംസ് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും. ആദ്യത്തെ ടേം പോസിറ്റീവ് ആക്കുക, അടുത്ത ടേം എന്താക്കുക, നെഗറ്റീവ് ആക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കാം. അപ്പോ nc0 a raised n ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അടുത്ത ടേം എന്താണ്? നെഗറ്റീവ് nc1 a raised n minus 1 b plus nc2 a raised n minus 3 b square. ഇത് പോസിറ്റീവ് ആണ്, അപ്പൊ മൈനസ് എക്സിട്ര മൈനസ് 1 ഹോൾ റേസ്ഡ് n ncn b raised n. ഇതാണ് a plus b whole raised n ന്റെയും a minus b whole raised n ന്റെ എക്സ്പാൻഷൻ. ഇനി ഇതേ ഇക്വേഷനിൽ എന്ത് കൊടുക്കണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a plus b whole raised 4 ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇക്വേഷനിൽ ഏത് തന്നെയാണ് നമുക്ക് കാണേണ്ടതും ഏത് തന്നെയാണ് അല്ലെ. അപ്പൊ എക്കും ബിക്കും എന്തില്ല, വ്യത്യാസമില്ല. ആര് മാത്രമേ വ്യത്യാസമുള്ളൂ? എന്നിന്റെ വാല്യൂല് വ്യത്യാസമുണ്ട്. എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പൊ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. ഇനി a plus b whole raised 4 എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ പ്ലസ് വരുന്ന ഇക്വേഷൻ ഏതാണോ അതിൽ കൊടുക്കണം. അപ്പൊ എല്ലാ ടേംസും പോസിറ്റീവ്. അപ്പൊ നോക്കാം, എന്നിന് മാത്രം എത്ര കൊടുക്കുക? 4 കൊടുക്കുക. ബാക്കി ഇവിടെ എയും ബിയും തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല, ടേംസിൽ വ്യത്യാസമില്ല. അപ്പൊ nc0 എന്ന് പറയുമ്പോ 4c0 a raised n a raised 4 plus 4c1 a raised n minus 1 അതായത് a raised 4 minus 1 അതായത് a cube into b plus 4c2 a ക്യൂബ് എന്നുള്ളത് വീണ്ടും പവർ കുറഞ്ഞ് a സ്ക്വയർ ആകും. b എന്നുള്ളത് എന്താവും? b സ്ക്വയർ ആകും. 4c3 a സ്ക്വയർ എന്നുള്ളത് വീണ്ടും പവർ കുറഞ്ഞ് a ആകും. b സ്ക്വയർ എന്നുള്ളത് പവർ കൂടി എന്താകും? ഒരു പവർ കൂടും. അതായത് 2ന്റെ കൂടെ +1 ആഡ് ചെയ്യാ, b ക്യൂബ് എന്നാകും. പ്ലസ് ncn വരല്ലേ, അപ്പൊ 4c നെക്സ്റ്റ് 4c3 കഴിഞ്ഞാൽ 4c4 ncn വരെയാണ്. അപ്പൊ 4c4 b ക്യൂബ് എന്നുള്ളത് എന്താകും? b raised 4 ആകും. ഓക്കെ ആണല്ലോ. ഇതിനൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കോമ്പിനേഷൻ വാല്യൂസ് കണ്ടുപിടിക്കാം. 4c0 എന്ന് പറഞ്ഞാല് 1 ആണ്. 4c0 1 ആണെങ്കിൽ 1 into a raised 4. അപ്പൊ എന്ത് കിട്ടും? a raised 4 കിട്ടും. പ്ലസ് 4c1 എന്ന് വെച്ചാൽ എന്താണ്? 4 ആണ്. 4 a ക്യൂബ് b പ്ലസ് 4c2 എന്ന് പറയുമ്പോ 6 a സ്ക്വയർ b സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് 4c3 എന്ന് പറയുമ്പോഴും എന്താ? 4 ആണ്. 4ab ക്യൂബ് പ്ലസ് 4c4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 into b raised 4 എന്ന് പറയുമ്പോ b raised 4. ഓക്കെ, ഇതിനി നമുക്ക് കച്ചോട്ട് ചെയ്യാൻ പറ്റൂല, ചെറുതാക്കി ഇനി ഒന്നും കൂടെ ചെറുതാക്കാനായിട്ട് പറ്റൂല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വരെയാണ് നമുക്ക് a plus b whole raised 4 ന്റെ വാല്യൂ കിട്ടുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, a minus b whole raised 4 കാണാം. പക്ഷെ ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ തന്നെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? a minus b whole raised 4 നമുക്കറിയാം. a plus b whole raised n ന്റെയും a minus b whole raised n ന്റെയും ടേംസ് എല്ലാവരും സെയിം ആണ് അല്ലെ. രണ്ട് ഇക്വേഷന്റെ ടേമുകൾ എന്താണ്? സെയിം ആണ്. എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? പ്ലസും മൈനസും ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കണം. ഏതില്? നെഗറ്റീവ് വരുന്നതില്. അതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് അതിന്റെ സൈനിന് മാത്രം, പോസിറ്റീവ് നെഗറ്റീവ് സൈനിന് മാത്രമേ എന്തുള്ളൂ? വ്യത്യാസം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ a plus b whole raised 4 എക്സ്പാൻഡ് ചെയ്തപ്പോ കിട്ടിയ ഈ ടേമുകൾ, അതായത് ഏതൊക്കെ? a raised 4 4a ക്യൂബ് b 6a സ്ക്വയർ b സ്ക്വയർ 4ab ക്യൂബ് b raised 4. ഈ ടേംസ് തന്നെ ആയിരിക്കും എന്തിനും കിട്ടണത്? a minus b whole raised 4 നും കിട്ടണത്. പക്ഷെ എന്തിൽ വ്യത്യാസം ഉണ്ടാവും? ഇവിടെ എല്ലായിടത്തും പോസിറ്റീവ് കൊടുത്തതിന് പകരം എന്ത് ചെയ്യണം? ചില ടേംസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് വരും? നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ടേം a raised 4 ആണ്, അത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ദാ രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ. രണ്ടാമത്തെ ടേമില് എന്തായിരിക്കണം? നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ ടേം നെഗറ്റീവ് കൊടുത്തു. ഇനി ഈ രണ്ടാൾക്കാരുടെ ടേംസ് സെയിം ആണല്ലോ. അപ്പൊ ഇത് 4a ക്യൂബ് b ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കുള്ളൂ? 4a ക്യൂബ് b എന്ന് തന്നെ ആയിരിക്കും. ഇനി
ഇത് നെഗറ്റീവ് കൊടുത്താൽ ഇത് എന്തായിരിക്കണം ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് തന്നെ ഈ ടേംസ് സെയിം ആണ് അപ്പൊ അതെന്താണ് 6a² b². ടേംസിൽ എന്തില്ല വ്യത്യാസമില്ല അതിന്റെ സൈനിലാണ് വ്യത്യാസം ഉള്ളത് മൈനസ് വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കണം ഓക്കെ പിന്നെ ഇത് പോസിറ്റീവ് ആയി അപ്പൊ അടുത്ത ടേം എന്ത് ചെയ്യണം നെഗറ്റീവ് കൊടുക്കണം 6a² b² കഴിഞ്ഞാല് 4ab³ ആണ് ഇത് നെഗറ്റീവ് വന്നാൽ അടുത്ത ടേം എന്താവണം പോസിറ്റീവ് ആണ് പോസിറ്റീവ് b⁴. അപ്പൊ രണ്ടിന്റെ ആൻസറുകൾ കിട്ടി ഇനി എന്താ പറഞ്ഞേക്കണത് a+b⁴ കിട്ടി a−b⁴ കിട്ടി ഇനി a+b⁴ a−b⁴ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം അതായത് കുറയ്ക്കണം ഈ രണ്ട് ടേംസുകൾ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടിയ ഈ രണ്ട് ടേംസുകൾ തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കണം അപ്പൊ അടുത്തത് നമുക്കത് മൈനസ് ചെയ്യാം അതായത് a+b⁴ minus a−b⁴ ഇത് തമ്മിൽ കുറയ്ക്കാനാണ് പോകുന്നത് ഓക്കെ നോക്കട്ടാ a² a+b⁴ ആൻസർ a⁴ പ്ലസ് 4a³ പ്ലസ് 6a² b² 6a² b² plus 4ab³ plus b⁴ ഇതാണ് എന്ത് ചെയ്യാനുള്ളത് a+b⁴ ആൻസർ അതിൽ നിന്ന് മൈനസ് ചെയ്യണം കുറയ്ക്കണം എന്ത് കുറയ്ക്കണം a−b⁴ ആൻസർ കുറയ്ക്കണം a−b⁴ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കി എഴുതാം എന്താണ് a⁴ ഇവിടെ എന്തായിരിക്കും മൈനസ് 4a³ b ഇവിടെ മൈനസ് ആണെങ്കിൽ പിന്നെ ഇവിടെ പ്ലസ് 6a² b² ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് 4ab³ ഇത് നെഗറ്റീവ് ആണെങ്കിൽ അടുത്തത് പോസിറ്റീവ് b⁴ ഓക്കെ ആണല്ലോ ഇനി ഇത് എന്ത് ചെയ്യാ കുറയ്ക്കാം ടേംസ് എന്ത് ചെയ്യണം കുറയ്ക്കണം രണ്ട് ടേംസ് കുറയ്ക്കുമ്പോൾ സെയിം ആയിട്ടുള്ള ടേമുകൾ എന്ത് ചെയ്യും സെയിം ആയിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും ഓക്കെ അല്ലേ അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും സെയിം ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും ഇവര് തമ്മിൽ കുറയ്ക്കാണ് അല്ലെ സെയിം ടേംസ് എന്ന് പറയുമ്പോൾ 3 - 3 ഇത് രണ്ടും സെയിം ടേം ആണ് അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ എന്തായി പോകും 0 ആയി പോകും അതേ മെത്തേഡിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യാ നമ്മള് മൈനസ് ചെയ്യണം അപ്പൊ ഇവിടെ നോക്കിയേ b⁴ മൈനസ് b⁴ b⁴ മൈനസ് ചെയ്തു അപ്പൊ അതെന്തായി പോയി 0 ആയി പോയി അടുത്തത് 4ab³ മൈനസ് 4ab³ എന്നാണ് അതായത് 4ab³ കുറയ്ക്കണം -4ab³ എന്നാണ് അല്ലെ അപ്പൊ ഇത് മൈനസ് ചെയ്യണമെന്നും പിന്നെ ഇവിടെ തൊട്ട് മുന്നത്തെ നെഗറ്റീവ് അപ്പൊ രണ്ട് നെഗറ്റീവ്സ് ഉണ്ട് അത് പോസിറ്റീവ് ആക്കും അപ്പൊ 4ab³ പ്ലസ് 4ab³ അപ്പൊ ടോട്ടൽ എത്രയാവും 8ab³ എന്ന് വരും ഓക്കെ ആണല്ലോ അപ്പൊ അതിന്റെ ആൻസർ 8ab³ എന്ന് വരും ഓക്കെ അല്ലെ ഇനി ഇത് നോക്കിയേ 6a² b² മൈനസ് 6a² b² രണ്ടും സെയിം ടേം ആണ് അപ്പൊ അത് എന്തായി പോകും 0 ആയി പോകും ഓക്കെ ആണല്ലോ ഇത് പ്ലസ് 8ab³ അടുത്തത് ഇതേപോലെ തന്നെ 4a³ b മൈനസ് ചെയ്യണം എന്ത് മൈനസ് ചെയ്യണം -4a³ b ആണ് മൈനസ് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ എന്താകും പോസിറ്റീവ് ആകും അപ്പൊ 4 + 4 8 ആവും a³ b ആവും ഓക്കെ ആണല്ലോ അപ്പൊ 8a³ b എന്ന് കിട്ടും a⁴ മൈനസ് ചെയ്യുമ്പോൾ എന്തായി പോകും 0 ആയി പോകും ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ ആൻസർ ഫൈനൽ ആൻസർ എങ്ങനെ എടുത്ത് എഴുതാം ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം ഈക്വൽ ടു 8a³ b പ്ലസ് 8ab³ എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത് a³ b പ്ലസ് 8ab³ എന്ന് കിട്ടും ഓക്കെ ആണല്ലോ ഫൈനൽ ആൻസർ കിട്ടി അതായത് a+b⁴ ഇന്ന് a−b⁴ കുറച്ചപ്പോ കിട്ടിയ ആൻസർ ആണ് 8a³ b പ്ലസ് 8ab³. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതായത് ഇത് ചെയ്ത അതേ മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കണം √3 + √2⁴ ഇതേ മെത്തേഡിൽ അതായത് √3 + √2⁴ മൈനസ് √3 - √2⁴ നമുക്ക് കാണണം
ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, a പ്ലസ് ബി ഹോൾ റേസ്ഡ് 4 മൈനസ് a മൈനസ് ബി ഹോൾ റേസ്ഡ് 4ന്റെ ആൻസർ ആണ് ഈ കിട്ടിയത് അല്ലെ. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, ഇതേ ടേംസ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ എക്ക് പകരം എത്രയാണ് √3യും ബിക്ക് പകരം √2 ആണെന്നേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയൊക്കെ എന്താണ്, ഇവിടെ മൈനസ് ചെയ്യാനാണ്, ഇവിടെയും മൈനസ് ചെയ്യാനാണ്. ഇവിടുത്തെ ആദ്യത്തെ ടേം പോസിറ്റീവ് ആണ്, ഇവിടുത്തെ ആദ്യത്തെ ടേം എന്താണ്, മൈനസ് ചെയ്യാനാണ്. എന്നിന്റെ വാല്യൂ രണ്ടോടത്തും സെയിം ആണ്, 4 ആണ് അല്ലെ. അപ്പൊ ഇത് ചെയ്താൽ കിട്ടുന്നതും ഇതേ രൂപത്തിൽ തന്നെയുള്ള ആൻസർ ആയിരിക്കൂലേ, ആണല്ലോ. അപ്പൊ ഇവിടെ എയും ബിയും √3യും √2 ആണ്. അപ്പൊ ഇതില് എക്കും ബിക്കും പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഫൈനൽ ആൻസറിൽ കൊണ്ടുവന്നിട്ട് എക്ക് പകരം √3നും ബിക്ക് പകരം എന്ത് √2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തെന്ന് കിട്ടും, 8 × a³. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, √3യും ബി എന്ന് പറയുന്നത് എത്രയാണ്, √2 ആണ് അല്ലെ. അപ്പൊ എക്ക് പകരം √3³ ഇൻറ്റു ബിക്ക് പകരം √2 പ്ലസ് 8 × എക്ക് പകരം √3 ഇൻറ്റു ബിക്ക് പകരം √2³ ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ ഇതെന്തെന്ന് വരും, 8 × √3³ നമുക്ക് √3 × √3 × √3 എന്ന് എഴുതിക്കൂടെ. അതേപോലെ ഇൻറ്റു ഇവിടെ എന്തുണ്ട്, √2 ഉണ്ട് പ്ലസ് 8 × √3 × √2ന്റെ ക്യൂബിന് നമുക്ക് എന്തെന്ന് എഴുതാം, √2 × √2 × √2 ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി √3 × √3 നമുക്ക് എന്ന് എഴുതാം, 3 എന്ന് വരും. അപ്പൊ 8 × √3 × √3 3 ഇൻറ്റു ഇവിടെ ബാലൻസ് എന്തുണ്ട്, √3 × √2 എന്ന് വരുന്നുണ്ട് അല്ലെ. √3 × √2 നമുക്ക് എന്ന് എഴുതാം, √6 എന്ന് എഴുതാം. ഇതിന്റെ വാല്യൂ √6 വന്നു പ്ലസ് 8 × √3 × √2 ഞാൻ √6 എന്ന് എഴുതി ഇൻറ്റു √2 × √2 എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, 2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ ഏതൊക്കെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം, 8 × 3 × ഇവിടെ എന്തുണ്ട്, 2 × ഓക്കെ. ഇതിന്റെ ഫൈനൽ ആൻസർ എന്തെന്ന് നോക്കാം, 8 × 3 24 √6 പ്ലസ് ഇതെന്തെന്ന് വരും, 8 × 2 8 × 2 16 √6. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ അപ്പൊ എത്ര വരും, 40 √6 എന്ന് വരും. ഓക്കെ ആണല്ലോ. അതായത് 8 × 3യുടെ ആൻസർ 24ഉം പിന്നെ ഇവിടെ എന്തുണ്ട്, √6ഉം. അതേപോലെ പ്ലസ് 8 × ഈ 2 അത് എത്രയാവും, 16 √6 എന്ന് വരും. അപ്പൊ 24 √6ന്റെ കൂടെ 16 √6 കൂട്ടിയാല് ടോട്ടല് 40 √6 എന്ന് കിട്ടും. അതാണ് എന്തിന്റെ ആൻസർ, √3 + √2 ഹോൾ റേസ്ഡ് 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ്ഡ് 4ന്റെ ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് 101 ഹോൾ റേസ്ഡ് 4 യൂസിങ് ബൈനോമിയൽ തിയറം. അതായത് 101 അതിന്റെ ആൻസർ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 101നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 101നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 101 ഹോൾ റേസ്ഡ് 4നെ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാനാണ്. അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ. ഇനി 101 എന്നുള്ളതിന് അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ സമ്മാക്കി എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ എന്താക്കി എഴുതാൻ പറ്റണം, ഡിഫറൻസ് ആക്കി, രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ആക്കിയോ അല്ലെങ്കിൽ രണ്ട് ടേംസിന്റെ സമ്മാക്കിയോ 101 എന്നുള്ള നമ്പറിനെ എഴുതാനായിട്ട് പറ്റണം. നമ്മൾ a + b എന്നും അല്ലെങ്കിൽ a - b എന്നാണല്ലോ പഠിച്ചേക്കണത്. a + b ഹോൾ റേസ്ഡ് n എന്നും അല്ലെങ്കിൽ a - b ഹോൾ റേസ്ഡ് n. ആ രീതിയിലാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 101നെ നമുക്ക് രണ്ട് ടേംസിന്റെ സമ്മാക്കിയോ അല്ലെങ്കിൽ ഡിഫറൻസ് ആക്കിയോ എഴുതണം. ഓക്കെ ആണല്ലോ. ഇനി 101 നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ പല രീതിയിൽ എഴുതാം അല്ലെ. 101 എന്ന് പറയുമ്പോൾ 100 + 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് 99 + 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് 102 - 1 എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. 101 എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് റേസ്ഡ് 4 ആണ്. അതായത് നമ്മൾ ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ കാണാനുണ്ടാവും, ക്യൂബ് കാണാൻ
കാണാനുണ്ടാവും, അതേപോലെ റേസ്ഡ് ഫോർത്ത് പവർ കാണാനുണ്ടാവും, അതേപോലെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോ 100ന്റെ സ്ക്വയറും ക്യൂബും ഒക്കെ കണ്ടുപിടിക്കാൻ എന്താ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ ആൻസർ വേഗം കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ടേംസിനെ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാല് ഈ തന്നിരിക്കുന്ന ടേമിനെ ഒന്നില്ലെങ്കിൽ 100ന്റെ സം ആക്കി എഴുതാനോ അല്ലെങ്കിൽ 100ന്റെ ഡിഫറൻസ് ആക്കി എഴുതാനോ പറ്റുമെന്ന് നോക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ 101 എന്ന് പറയുമ്പോൾ എന്തായാലും 100ന്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റില്ല. അതായത് 100ന്ന് ഒരു നമ്പർ കുറച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 101 കിട്ടില്ല. നമുക്ക് എന്തെന്ന് എഴുതാം, 100ന്റെ സം ആക്കി എഴുതാനാണ് കുറച്ചും കൂടെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അതായത് 100+1 എന്നാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, 101 എന്നുള്ളത് എഴുതാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 101 raised 4 എന്നുള്ളതിന് ഞാൻ 100+1 whole raised 4 എന്ന് എഴുതി. 100 വെച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, നമ്മളെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആവാൻ എളുപ്പമാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ രണ്ട് ടേംസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വേറെ രണ്ട് ടേംസ്. അതായത് ഇപ്പൊ 101+1 എഴുതിയതിന് പകരം 100+1 എഴുതിയതിന് പകരം എന്തെന്ന് എഴുതാം, രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ആക്കിയും എഴുതാം. അതായത് 102 - 1 അങ്ങനെ എഴുതാലും തന്നെയാണ് 101 തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 102 - 1 എന്ന് പറയുമ്പോൾ 102 എന്നായി. അപ്പൊ അതിന്റെ പവറും സ്ക്വയറും ക്യൂബൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാൽക്കുലേഷൻ കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടിയാണ് നമ്മൾ 100ന്റെ ടേമിൽ വെച്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 101 raised 4ന് 100+1 whole raised 4 എന്നായി. ഇപ്പൊ ഇത് നമ്മൾ പഠിച്ച ഇക്വേഷന്റെ ഫോമിലായി. അതായത് a+b whole raised n എന്നുള്ള രീതിയിലായി. എന്നായിരുന്നു nc0 a raised n plus nc1 a raised n-1 b plus nc2 a raised n-2 b square plus etc plus ncn b raised n നമ്മൾ പഠിച്ച ഇക്വേഷന്റെ രീതിയിലോട്ടായി. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണുന്നത് 100+1 whole raised 4 ആണ്. അപ്പൊ എയുടെ ടേം ഇവിടെ 100, ബിയുടെ ടേം എത്രയാണ്, ബിയുടെ ടേം എന്ന് പറയുന്നത് 1, എന്നിന്റെ ടേം എത്രയാണ് 4. ഈ വാല്യൂസ് എന്ത് ചെയ്യണം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തെന്ന് വരും, ഈക്വൽ ടു എന്നിന് പകരം എന്താ കൊടുക്കണം, 4c0 a raised n 100 raised 4 പ്ലസ് nc1 അതായത് 4c1 100 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 4c2 a raised n-2 അതായത് 100 raised 4 - 2 അതായത് 2 ഇൻറ്റു b സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 4c3 100 സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും 100 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 4c4 ലാസ്റ്റ് ടേം 4c4 100 ഉണ്ടാവില്ല, ഇനി എന്തായിരിക്കും ഇൻറ്റു 1 raised 4 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി 4c0 എന്ന് പറയുന്നത് 1 ഇൻറ്റു 100 raised 4 100 raised 4ന്റെ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എന്താ മതി, 100ന്റെ 1 2 0ന്റെ raised 4 ആണ് അല്ലെ. അപ്പൊ 2 0 100 raised 4 എന്ന് പറയുമ്പോൾ എത്ര 0 വരണം, 8 zeros വരും. ഓക്കെ അല്ലേ. പ്ലസ് 4c1 എന്ന് പറയുന്നത് 4 ഇൻറ്റു 100 ക്യൂബ് എന്ന് പറയുമ്പോ എത്ര 0 ഇടണം, 6 zeros വരും. ഓക്കെ ആണല്ലോ. ഇൻറ്റു 1 ആണ്, അപ്പൊ അത് 1 തന്നെയായിട്ട് പോകും. 4c2 എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ, 4c2 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100ന്റെ സ്ക്വയർ 1000 അല്ല 10,000 വരും പ്ലസ് 4 zeros വരും. 4c3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 4c3 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 100 പ്ലസ് 4c4 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. 1 ഇൻറ്റു 1 raised 4 എന്ന് പറയുമ്പോൾ 1 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. 4c4ന്റെ വാല്യൂ ഇവിടെ 1 വരും, 1 raised 4 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാ, ഈ വാല്യൂസ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ 104060401 104060401 ഈ വാല്യൂ ആണ് ആൻസർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 101 raised 4ന്റെ 101 raised 4ന്റെ ആൻസർ 104060401 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ.
ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതായത് എപ്പോഴും എന്ത് ചെയ്യാ, 100ന്റെ സമ്മാക്കിയോ അല്ലെങ്കിൽ 100ന്ന് മൈനസ് ചെയ്യുന്ന ടേം ആക്കിയോ എന്ത് ചെയ്യണം, നമുക്ക് ആ ടേമിനെ എഴുതണം. അപ്പൊ കുറച്ചും കൂടെ കാൽക്കുലേഷൻ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇത്രയും നേരം നമ്മൾ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ടേം രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത്. ഓക്കെ നോക്കിയേ, ഷോ ദാറ്റ് 9 raised n plus 1 minus 8n minus 9 is divisible by 64 whenever n is a positive integer. അതായത് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന മോഡൽ ഉള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുക. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതപ്പോ സ്കിപ്പ് ചെയ്യരുത്, ഇത് എന്തായാലും പഠിച്ചു പോകണം കേട്ടോ. നോക്കിയേ, ഷോ ദാറ്റ് 9 raised n plus 1 minus 8n minus 9 is divisible by 64. ഈ തന്നിരിക്കുന്ന കാര്യം എന്താണ്? divisible by 64. അതായത് 9 raised n plus 1 minus 8n minus 9 is divisible by 64 എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. n എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇവിടുത്തെ n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്റിജർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ടേം ഡിവിസിബിൾ ബൈ 64 ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? 64ന്റെ തന്നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കൂലേ. അതായത് ഒരു ടേം ഡിവിസിബിൾ ബൈ 64 ആണെങ്കിൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 64. അതായത് അതിന്റെ 64ന്റെ എന്തായിരിക്കാം? ഒരു മൾട്ടിപ്പിൾ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ എന്ത് എഴുതി? 9 raised n plus 1 എന്നുള്ളതിനാ ഞാൻ എങ്ങനെ എഴുതണം? ഈക്വൽ ടു 1 plus 8 whole raised n plus 1 അങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതുന്നതിന്റെ എന്തെങ്കിലും പ്രത്യേക കുഴപ്പമുണ്ടോ? അതായത് 9 raised n plus 1നെ ഞാൻ 1 plus 8 whole raised n plus 1 എന്നാണ് എഴുതിയത്. ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഇവിടെ 9 എഴുതിയതും 1 plus 8 എന്ന് എഴുതിയതും തന്നെയാ, സെയിം തന്നെയാണ്, സെയിം വാല്യൂ തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്? കാരണം ഇത് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? പ്രൂവ് ചെയ്യാൻ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ടേം 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 64ന്റെ ഡിവിസിബിൾ ബൈ 64 ആണെങ്കിൽ അതെന്തായിരിക്കും? 64ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് 64 എന്ന് പറയുന്ന 64ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 9 raised n plus 1 minus 8n minus 9 is divisible by 64 എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ 9 raised n plus 1 minus 8n minus 9 എന്ന് പറയുന്നത് 64ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കാം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ 9 raised n plus 1ന്റെ എടുത്തു. ആദ്യത്തെ ഒരു ടേം 9 raised n plus 1 എടുത്തു. ഓക്കെ, അതിന് ഞാൻ ഈ 9 എന്നുള്ള ടേമിന് ഞാൻ എന്തെന്ന് കൊടുത്തു? 1 plus 8 whole raised n plus 1 എന്ന് കൊടുത്തു. ഇപ്പൊ ഇത് എന്ത് ടേമിലാണ് കിടക്കുന്നത്? a plus b whole raised n എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാലോ. അപ്പൊ അതെന്തെന്ന് വരും? a plus b whole raised n എന്ന് പറയുന്നത് എന്താണ് വരാ? nc0 a raised n plus nc1 a raised n minus 1b plus etc plus ncn b raised n. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ 1 plus 8 whole raised n എന്നുള്ളതിനാ എനിക്ക് എന്തെന്ന് എഴുതാം? ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ n plus 1 എന്നാ, ഇവിടെ n plus 1 എന്നല്ലേ. അപ്പൊ ഇത് 1 plus 8 whole raised n plus 1. ഇവിടെ n ആണെങ്കിൽ ഇവിടെ n കൊടുക്കണം അല്ലെ. അതായത് a plus b whole raised n ആണെങ്കിൽ ഈ എക്സ്പാൻഷനിലത്തെ ടേംസിലൊക്കെ എന്താണ് വന്നേക്കണ? nc0 nc1 nc2 എക്സെട്ര ncn വരെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയേ 1 plus 8 whole raised n plus 1 എന്നല്ലേ കിടക്കണത്. ഇവിടെ n plus 1 ആണ് ഇവിടെ പവർ ആയിട്ട് വന്നേക്കണത്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് വന്നേക്കണത് n plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടാകും? n എന്ന് കൊടുക്കാൻ പറ്റോ? ഇല്ല. ഇവിടെ n plus 1 ഇൻഡെക്സ് n plus 1 ആയിട്ടാണ് വന്നേക്കുന്നതെങ്കിൽ ഇക്വേഷനിൽ മൊത്തത്തില് n എന്നുള്ള പ്ലേസിലൊക്കെ എന്ത് കൊടുക്കണം? n plus 1 കൊടുക്കണം. ഓക്കെ ആണല്ലോ. എന്തെന്ന് വരും? n plus 1 കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ. അപ്പൊ അതെന്തെന്ന് വരും? n എന്ന് പറയുന്ന ടേം n plus 1 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എക്ക് പകരം കിടക്കുന്നത് 1ഉം ബി എന്ന് പറയുന്ന ടേം ഇവിടെ എത്രയാണ്? 8ഉം ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഈ n എന്ന് പറയുന്ന ടേം മാറി എന്ത് വരണം? n plus 1 വരണം. അപ്പൊ ഇവിടെ n plus 1 c0 a raised n എന്ന് പറയുമ്പോ 1 raised n plus 1
പ്ലസ് nc2 അതാകുമ്പോ n plus 1 c1 a raised n minus 1 a raised n minus 1 എന്ന് പറയുമ്പോ 1 അല്ലേ 1 raised n plus 1 minus 1 അപ്പൊ അത് ഇൻറ്റു ബി ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 8 ആണ് ഇൻറ്റു ബി അതായത് 8 പ്ലസ് n plus 1 c അടുത്ത ടേം എന്ത് വരും n plus 1 c0 n plus 1 c1 അതിന്റെ ടേം എഴുതി അടുത്ത ടേം n plus 1 c2 a raised 1 raised n minus 1 ഇൻറ്റു ഇവിടെ എന്തെന്ന് വരും 8 സ്ക്വയർ എന്ന് വരും പ്ലസ് എക്സിട്ര പ്ലസ് NCN അതായത് n plus 1 c n plus 1 b raised n 8 raised n എന്ന് പറയുന്നത് എത്രയാണ് n plus 1 ഓക്കെ ആണല്ലോ ക്ലിയർ ആയ എന്താണ് പറഞ്ഞത് 1 plus 8 whole raised n ഇതാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോണത് നമ്മൾ a plus b whole raised n വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പൊ 1 plus 8 whole raised n plus 1 എന്നാണ് a എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കണം 1 കൊടുക്കണം b ക്ക് പകരം എന്ത് കൊടുക്കണം 8 കൊടുക്കണം n ന് പകരം ഇവിടെ എന്തെന്ന് കൊടുക്കണം n plus 1 എന്ന് കൊടുക്കണം ഇക്വേഷനിൽ അപ്പൊ nc0 എന്ന് പറയുമ്പോ n plus 1 c0 a raised n a എന്ന് പറയുന്നത് എത്രയാണ് 1 raised n ന് പകരം എന്താ കൊടുക്കേണ്ടത് n plus 1 പ്ലസ് ഈ ടേം നോക്കണ്ട 1ന്റെ പവർ ആക്കിയല്ലേ എഴുതിയേക്കണം 1ന്റെ പവർ എത്ര നമ്പർ 1ന്റെ പവർ വന്നാലും എന്ത് തന്നെയാണ് അത് 1 തന്നെയാണ് അതായത് 1 raised 10 എന്ന് പറഞ്ഞാല് 1 ആണ് 1 raised 100 എന്ന് പറഞ്ഞാലും 1 ആണ് 1 raised 99 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ 1 തന്നെയാണ് അപ്പൊ ഇവിടെ ഈ ടേംസ് ഒക്കെ മൊത്തത്തിൽ എപ്പോഴും എന്ത് തന്നെയായി പോകും 1 തന്നെയായി പോകും അതായത് ഇവിടെ 1ന്റെ പവർ ആക്കി എഴുതിയേക്കുന്ന എല്ലാ ടേമും എന്താകും 1 തന്നെയായി പോകും ഓക്കെ ആണല്ലോ അപ്പൊ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ബാക്കി എന്തായിരിക്കും n plus 1 c1 1 raised n plus 1 minus 1 ഇതിന്ന് ഓരോ പവർ എന്ത് ചെയ്യണം കുറഞ്ഞു വരണം അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യും പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തിട്ട് എന്താകും n ആകും ഇൻറ്റു ബി ബി എന്ന് പറയുന്നത് 8 അടുത്ത ടേം എന്ന് പറയുന്നത് nc2 ആണ് nc2 എന്ന് പറയുമ്പോ n ന് പകരം n plus 1 c2 ഇൻറ്റു 1ന്റെ പവർ 1 raised n minus 1 ആവും അത് എന്തായാലും 1 ആയി പോയിട്ടുണ്ടാവും ഇൻറ്റു 8 സ്ക്വയർ ബി സ്ക്വയർ എന്നാണ് അല്ലെ ഇവിടെ ബി ആയിരുന്നു അപ്പൊ അടുത്തത് ബിന്റെ പവർ കൂടണം അപ്പൊ ബി raised 1 ആയിരുന്നു അപ്പൊ ഇവിടെ എന്താവും ബി സ്ക്വയർ എന്നാവും പ്ലസ് എക്സിട്ര ലാസ്റ്റ് ടേം എന്താണ് NCN എന്നാണ് വരേണ്ടത് അതപ്പോ n plus 1 c n plus 1 എന്നാകും കാരണം n ന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് എന്താ n plus 1 എന്നാണ് b raised n എന്നാണ് അല്ലെ b raised n എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്ന ടേം 8 ആണ് n ന് പകരം എന്ത് കൊടുക്കണം n plus 1 കൊടുക്കണം ഓക്കെ ആണല്ലോ ഇനി ഇവിടെ എന്തായിരിക്കും ഇനി വരുന്നത് ഇതിനൊന്നും കൂടെ എന്ത് ചെയ്യണം നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം n plus 1 c0 നമുക്കറിയാം NC0 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് 1 ആണ് അങ്ങനെയാണെങ്കിൽ n plus 1 c0 എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും ഇവിടെ നോക്കിയേ ഇവിടെ ആ ടേമിൽ ഇവിടെ കിടക്കണം n plus 1 c0 എന്ന് പറയുന്നതിന്റെ ആൻസർ 1 വരും പിന്നെ ഇവിടെ 1 raised n plus 1 ആണ് 1ന്റെ പവർ എന്ത് എഴുതിയാലും എന്ത് തന്നെയാ 1 തന്നെയാണ് അപ്പൊ ഇത് 1 into 1 ആണ് വരുന്നത് അപ്പൊ മൊത്തം അത് എത്രയാണ് 1 ആയിട്ട് പോകും പ്ലസ് അടുത്തത് NC1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും n തന്നെയാണ് NC1 എന്ന് പറയുന്നത് n തന്നെയാണ് അങ്ങനെയാണെങ്കിൽ n plus 1 c1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് n plus 1 ആണ് NC1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കുമല്ലോ n ആയിരിക്കും അങ്ങനെയാണെങ്കിൽ n plus 1 c1 എന്ന് പറയുന്നത് n plus 1 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി പോകും n plus 1 c1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം n plus 1 ഇനി ഇവിടെ നോക്കിയേ 1 raised to n plus 1 minus 1 ആണ് 1ന്റെ പവർ ആക്കി എഴുതിയാൽ അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും ഇൻറ്റു ഇവിടെ എന്തും കൂടി ഉണ്ട് 8 ഉണ്ട് ഓക്കെ ആണല്ലോ ഇൻറ്റു 8 പ്ലസ് n plus 1 c2 ഇത് നമുക്ക് എന്തെന്ന് എഴുതാം n plus 1 c2 ഈ ടേം അതേപോലെ തന്നെ എഴുതാം ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് n plus 1 c n plus 1 8 raised n plus 1 എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി ഇതിൽ എന്ത് ചെയ്യാം ഈക്വൽ ടു 1 പ്ലസ് n plus 1 ഇൻറ്റു 8 പ്ലസ് n plus 1 c 2 8 square plus etc plus
n plus 1 c n plus 1 8 raised n plus 1 okay equal to 1 plus ഈ 8 നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ 8 into n 8n 18 plus 8 into 1 എന്നുള്ളത് 8 ആകും പ്ലസ് ഈ ടേംസ് എന്തെന്ന് തന്നെ എഴുതാം അതേപോലെ തന്നെ n plus 1 c2 8 സ്ക്വയർ പ്ലസ് n plus 1 c3 8 ക്യൂബ് പ്ലസ് എക്സിട്ര പ്ലസ് n plus 1 c n plus 1 8 raised n plus 1 എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം അതായത് 1 plus 8 എന്നുണ്ട് അതിന് നമുക്ക് എന്ത് എഴുതാം ഒരുമിച്ച് 9 എഴുതാം 9 plus 8n പ്ലസ് ഇതിൽ എന്ത് കോമൺ ആയിട്ടുണ്ട് ഇവിടെ 8 സ്ക്വയർ ഉണ്ട് അടുത്ത ടേമിൽ 8 ക്യൂബ് ഉണ്ടാവും അടുത്ത ടേമിൽ എന്തായിരിക്കും 8 raised 4 ഉണ്ടാവും 8 raised 5 ഉണ്ടാവും ആ രീതിയിലായിരിക്കും അപ്പൊ എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നത് 8 സ്ക്വയർ ആണ് കോമൺ ആയിട്ട് വരുന്നത് ആ 8 സ്ക്വയറിനെ പുറത്തോട്ട് എടുക്കാം ബാക്കി ഇവിടെ n plus 1 c2 പ്ലസ് n plus 1 c3 8 plus etc plus n plus 1 c n plus 1 എന്തെന്ന് വരും 8 raised n plus 1 by 8 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കോമൺ ആയിട്ട് എടുക്കാന്ന് വെച്ചാല് ഈ ഓരോ ടേംസിൽ നിന്നും 8 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അല്ലെ അപ്പൊ ഇത് എന്താവും 8 raised n plus 1 minus 2 എന്ന് വരും അതായത് 8 raised n plus 1 വരും ഓക്കെ അപ്പൊ ഇത് 8 raised n plus 1 വരും ഓക്കെ ആണല്ലോ ഇനി എന്ത് ചെയ്യണം ഈക്വൽ ടു 9 plus 8n plus 8 സ്ക്വയർ 8 സ്ക്വയർ എന്നുള്ളത് എന്തെന്ന് കൊടുക്കാം 64 എന്ന് കൊടുക്കാം ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേംസിന് മൊത്തത്തിൽ ഞാൻ എന്തെന്ന് കൊടുത്തു k എന്ന് കൊടുത്തു അപ്പൊ 64 ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് മൊത്തം ഒരു സം k എന്ന് കൊടുത്തു k അതായത് 64 into k എന്ന് വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയത് 1 plus 8 whole raised n ന്റെ ആൻസർ ആണ് ഇവിടെ നമ്മൾ സൈഡിൽ ലെഫ്റ്റ് സൈഡ് എന്താണ് കണ്ടുപിടിച്ചിരുന്ന 1 plus 8 whole raised n ന്റെ ആൻസർ ആയിരുന്നു അതെന്ന് കിട്ടി 9 plus 8n plus 64 k എന്ന് കിട്ടി ഇതിൽ എന്ത് ചെയ്യാം 9 ഈ 9 പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാല് 9 raised 1 plus 8 whole raised n ഈ 9 ഈ 8n ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം ഇത് പോസിറ്റീവ് 9 ആണ് അപ്പൊ ഇപ്പുറത്തോട്ട് വരുമ്പോ ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പോ നെഗറ്റീവ് ആകും പ്ലസ് 8n ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 8n ആകും ഈക്വൽ ടു 64 k എന്ന് കിട്ടി അതായത് 1 plus 8 എന്ന് എഴുതാം 9 raised n എന്ന് എഴുതാം മൈനസ് 8n മൈനസ് 9 ഇതിനൊന്ന് ഓർഡറിൽ എഴുതി ഈക്വൽ ടു 64 k എന്ന് കിട്ടി അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് 64 ഏതൊരു k എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് അതായത് ഈ ലെഫ്റ്റ് സൈഡിലത്തെ ടേം എന്ന് പറയുന്നത് 64 മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും അതായത് 64 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ 9 raised n minus 8n minus 9 എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിവിസിബിൾ ബൈ 64 എന്നായിരിക്കും ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ഓക്കെ ആണല്ലോ ഇത് നമ്മൾ ചെയ്തിരുന്ന നേരത്തെ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് പോലെയല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ